എന്റെ ഒരു പുതിയൊരു ഓണപ്പാട്ട് ഇറക്കാൻ പോവാണ് ഗൈസ്. ഓണം പൊന്നോണം. എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. എന്റെ പൊന്നു അതിന്റെ ഒരു അപരത്തിനത് മനസ്സിലായി. ചേട്ടന് ഞങ്ങളുടെ ഗ്രൂപ്പില് ഏറ്റവും അധികം പോയിന്റ് നേടി കൊടുത്തത് 10-15 ഐറ്റത്തിന് ഫസ്റ്റ് മേടിച്ച ഈ ഞാൻ. ആരുണ്ടാവുന്നല്ലോ ഒപ്പം എല്ലാവരും വിജയിപ്പിച്ചുകൊണ്ട് തോൽപ്പിച്ചുകൊണ്ട് ഞാൻ. മനസ്സിലായ ഈ ഒരു പൂക്കളം ഇത്ര നാളായിട്ട് ഇട്ടിരുന്ന ഒരാളാത്ര ഈ ഒരു ഷേപ്പില് ഇവിടെ പൂക്കളുണ്ട്. നോക്ക് ഇങ്ങനെ ഏത് ഇതേ മറ്റേ പരിപ്പോടെ ഉണ്ടാക്കണ പരിപാടി ഇല്ല. മിന്നാമിനിങ്ങി പറക്കണ് കണ്ടിട്ട് ജനലേരോട് പറക്കണിട്ട് ആരോ ടോർച്ചടിക്കാന്ന് വെച്ചിട്ട് വിറച്ച് പേടിച്ചിരിക്കുമ്പോ ഇങ്ങനെ കൂർക്കം വലി അതോടെ എനിക്ക് പേടിയിട്ട് ഞാൻ കയ്യുമ്പോ മുറുക്കി പിടിച്ചിട്ട് ഗൈസ് ഞാനാണ് ഇയാളെ പൂടാൻ പഠിപ്പിച്ചത്. ഞാന് പറയുന്നില്ല. ഗൈസ് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് ഗൈസ്. ഇത് വ്ളോഗാണോ റീലാണോ? റീലാ കഴിയും. ഇപ്പൊ കഴിയാൻ പറ്റില്ല. പറഞ്ഞേ ആകണം. പറഞ്ഞ അവളോ അനുഭവിച്ചത് അത് ഗൈസ് നേരത്തെ കഴിഞ്ഞു. സമയം കഴിഞ്ഞു. സമയം കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. സമയം കഴിഞ്ഞു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ വിച്ച് ഓഫീസിൽ വന്നിട്ടുള്ളൂ. നല്ല രാത്രിയായി. പിന്നെ പറയാനുള്ളത് ബാക്കി കൂടെ ഈ പറയണ കള്ളന്മാരെയൊക്കെ പോലെ അപ്പൂസിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൂസിനോട് ഇത് പഠിക്കാൻ എക്സാം ആണ്. ആദ്യം അവിടെ ഇരുത്തി ഫുഡൊക്കെ കൊടുത്ത് ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് സൈഡിൽ കൂടെ ബാക്കിൽ കൂടെ ഇറങ്ങി പതങ്ങി ഹെൽമെറ്റ് നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നു പറഞ്ഞാണ്. പക്ഷെ ലേറ്റ് ആയി നടന്നില്ല. അപ്പൊ വേറൊന്നുമല്ല. അപ്പൊ പിള്ളേരത് കാരണം ഇല്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾ അപ്പൊ സാധീസൊക്കെ ചോദിക്കില്ലേ. ഞങ്ങൾ പോകുന്നത് എന്നും ഇതുപോലെ പതങ്ങി വരുമ്പോ കാണുന്ന ആള് ചിമ്പാണ് ഗൈസ്. ചുമ മാറിയിട്ടില്ല വയ്യ. പിന്നെ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ നമ്മുടെ അത്തമാണ് ഗൈസ്. ഞങ്ങൾ എല്ലാ വർഷവും അത്തം പൂക്കൾ ഇടാറുണ്ട്. അതിപ്പോ ബാംഗ്ലൂരാണെങ്കിൽ എല്ലായിടത്തും നമ്മൾ ഇടാറുണ്ട്. പണ്ട് എന്ന് പറഞ്ഞാൽ അത്തം തൊട്ട് ഓണം വരെ ഇടാറുണ്ട്. നടന്ന് വീടിന്റെ അടുത്തൊക്കെ പോയിട്ട് പൂ പറിക്കലും അതൊക്കെ രസമാണല്ലോ. ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ. വല്ല പൂക്കടകൾ ഉണ്ടോ നോക്കട്ടൊക്കെ അടച്ചോന്ന് അറിയില്ല. അപ്പൊ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോകാം. ശ്രീകാര്യത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ച് പൂക്കടകൾ. അപ്പൊ നമുക്ക് പൂക്കടയിലേക്ക് പോവാം. എന്ത് പൂവാണെന്ന് അറിയില്ല. വല്ല പൂ കിട്ടാന്നറിയാം. ഇങ്ങനെ കഥ പറഞ്ഞു നിന്നാൽ ചിലപ്പോ അടക്കും ഗൈസ്. അപ്പൊ നമ്മുടെ കൂടെ പോന്നേക്ക്. അപ്പൊ ബാക്കി നമുക്ക് പൂക്കടയിൽ വെച്ച് കാണാം. ഇതിപ്പോ എവിടെ വീഡിയോ എടുക്കണമെന്ന് മനസ്സിലായ ലൈറ്റ് കിട്ടാൻ വേണ്ടിട്ട് ഒരു വീടിന്റെ ഫ്രണ്ടില് ഏതോ ഒരു വീടിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് എടുക്കാണ്. റോഡിൽ നിന്നിട്ട് ഇൻട്രോ എടുക്കാണ് ഗൈസ്. അപ്പൊ ഇനി പൂഫ് എടുക്കും. അപ്പൊ അതാണ് ഗൈസ്. അപ്പൊ കട അടയ്ക്കോ ഇല്ലയോന്ന് അറിയില്ല. അപ്പൊ എന്താ പറയാ, വീടിന്റെ അടുത്തൊക്കെ ഇപ്പൊ എല്ലായിടത്തും പണ്ടത്തെ പോലെ ഒന്നും വീടിന്റെ ഉള്ളിൽ പൂക്കളോ നോക്കി ഇൻഡോർ പ്ലാന്റ്സ് ആണ്. അപ്പുറത്തെ ഇപ്പുറത്തെ തൊടിയിലോ വേലിപ്പെടുമ്പിലോ അവിടെ ഇവിടെ ഒന്നും ഇല്ല. ഇനി ഉള്ള 2-3 ചട്ടികൾ വീടിന്റെ അകത്ത് വല്ലവരൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ 1-2 പൂവൊക്കെ നിൽക്കുന്ന പോലത്തെ ചെടികളായിരിക്കും. അതൊക്കെ നമ്മൾ ഓണത്തിന് ഇടാൻ തരുമോ എന്ന് ചോദിച്ചിട്ട് ചെല്ലാനും പറ്റില്ല. അപ്പൊ ഗൈസ് അപ്പൊ അത്തപ്പൂക്കളെങ്കിലും ഞങ്ങൾ ഇടാറുണ്ട്. അപ്പൊ അത് മുടങ്ങണ്ട. കാരണം ആദ്യമൊക്കെ മനസ്സിലായി വരുന്ന സമയമല്ലേ, പിള്ളേർക്ക് രസമല്ലേ. അപ്പൊ അപ്പൂസ് പറഞ്ഞിട്ടുണ്ട് എക്സാം ആയതുകൊണ്ട് അവൻ പഠിക്കാണ്. ഞാൻ വന്ന് തല കാണിച്ചിട്ട് പോവാം. അപ്പഴും കൂടിയാണ് പൂക്കൾ ഉണ്ടാവില്ല. ചെറിയ ഒരു ഇത് നമ്മുടെ സമാധാനത്തിന്. അപ്പൊ എന്തായാലും പൂക്കൾ അടക്കം കഴിയുമ്പോൾ നമുക്ക് പോവാൻ ഗൈസ്. എന്ത് പൂ കിട്ടുന്നൊന്നും അറിയില്ല. പോയി പോവാം. വാ 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 ഗൈസ്. അങ്ങനെ ഞങ്ങൾ പാടി പോയി നീ അങ്ങോട്ട് നോക്കി അടിച്ചോടാ. നീ ഇങ്ങോട്ട് തിരിഞ്ഞ് വണ്ടി ഓടിക്കില്ല. പൂ കിട്ടുമോ ഇല്ലയോ നോക്കാം ഗൈസ്. ഒന്നുമില്ലേ ഗൈസ്. കുറച്ച് ഇങ്ങനത്തെ റോസും സംഭവങ്ങളുള്ളൂ. അല്ലാണ്ട് നമ്മുടെ നാട്ടിലെ പോലത്തെ അത്താണ് തേങ്ങനും മാങ്ങനും ഇവിടെ ഉള്ളവർക്ക് അറിയില്ലെന്നുണ്ട്. ഒരു വക പൂവില്ല ഗൈസ്. കാര്യം കട പോയി ഒറ്റ കടയിൽ ദിവസമായിട്ട് പൂ നമ്മുടെ നാട്ടിലെ പുല്ലു കൂടി ആൾക്കാർ വിഷുവിനല്ലെങ്കിലും നമ്മുടെ നോർമലി സ്ഥലങ്ങളിൽ ചെമ്പുകാവ് വരെ ആളുകൾ കൊണ്ടുവയ്ക്കാറുണ്ട്. ഇവിടെ അതൊന്നുമില്ല. ജസ്റ്റ് മാലകൾ മാത്രം. ഇവിടെ ഉള്ളവർക്ക് അതൊന്നും ഇല്ല തോന്നുന്നു. എന്തായാലും ഉള്ളത് വല്ലതും മാലയൊക്കെ പഠിച്ച് പിച്ചിരി തീരേണ്ടി വരും എന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം.
മാലകളാണ്, മാലകൾ മാത്രം. നമ്മുടെ കോവിലിലേക്ക് കൊടുക്കുക. റോസപ്പൂ ഉണ്ട്, കുറച്ച് നിൽക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ അവിടെയൊക്കെ കുന്നും മലയായിട്ടായിരിക്കും ഗൈസ് ആൾക്കാരിട്ടുണ്ടാവും. ഒരു ഹായ് പറയും. അത് മലപ്പുറത്തെ ചേച്ചിയാണ്. ചേച്ചി നമ്മളെ പോലെ അത്തത്തിന് പൂക്കളെടുക്കാൻ പൂ മേടിക്കാൻ വന്നതാണ്. നമ്മുടെ പോലെ തന്നെ അതേപോലെ തന്നെ നമ്മൾ ലൂസായിട്ട് 3 ഐറ്റം ഇത് 100 രൂപയുടെ അല്ലേ എടുക്കാൻ വന്നേക്കണേ. വേറെ ഒരു മനുഷ്യർ ഇവിടെ അത്തപ്പൂക്കളം മേടിക്കാൻ വരുന്നത് കണ്ടിട്ടില്ല. നമ്മളും അങ്ങനെ തന്നെയാണ് എടുക്കണേ, 3 തരം കളറില്. ചേച്ചിയുടെ ജീവൻ മുഴുവൻ അവിടെ ഇരിക്കുന്ന മീനിലാണ് ഗൈസ്. അവിടെ ആ വണ്ടി പോയി എടുക്കണ കണ്ട എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ അത്തത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ എടുത്തു തന്നുണ്ട്. പൂ കിട്ടി 100 രൂപയ്ക്ക് ഇത്ര കിട്ടിയിട്ടുണ്ട്. 100 രൂപയ്ക്കുള്ള പൂ ഇത് മതി നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ ഇടാനായിട്ട്. 3 തരം പൂവുള്ളൂ. നമ്മളോടൊക്കെ ഇഷ്ടം പോലെ പലതരം പല വെറൈറ്റിയിലൊക്കെ പല കളറിലും കിട്ടിയാലേ ഇത്ര മതി. ചെറിയൊരു നമ്മള് ഇവിടെ വന്നപ്പോ ആ കൂട്ടിലാണല്ലോ, അത് വേറെ ജില്ലക്കാരാ. അത് കാരണമാണ് അവിടെ വന്നേക്കണേ, മലപ്പുറം. ഇവിടത്തെ ആൾക്കാരൊന്നും പൂവന്നെ വിൽക്കാൻ നിൽക്കണില്ല. പിന്നെ എങ്ങനെ പൂവിടുന്നു സെറ്റപ്പ് ചെയ്തതിന് ശേഷം അങ്ങനെ നമ്മളവിടുന്ന് വീട്ടിൽ നിന്ന് വന്നു, ഫുഡൊക്കെ കഴിച്ച്. ആദീസ് ഇപ്പൊ കിടന്നുള്ളൂ. അതെ, ഇപ്പൊ ഒരു 10-11-12 മണിയായി. 12 മണി 11 മണി. അപ്പൂസിന് നാളെ എക്സാമാണ്. അപ്പൊ എല്ലാ പ്രാവശ്യം അപ്പിയും മോനും കൂടി ഇട്. അപ്പോഴാണ് ഞാൻ അതിനെ എടുക്കാനൊക്കെ ആയിട്ട് പോവാറ്. അപ്പൊ പറഞ്ഞിരുന്നു ഇത് ഇട്ടിട്ട് നേരം വൈകി വന്ന രാവിലെ എണീറ്റ് കിടന്നോ ഞങ്ങൾ രണ്ടാം കൂടി ഇടാണ്. അപ്പൊ ആദ്യം ഉറങ്ങാൻ വെയിറ്റ് ചെയ്യായിരുന്നു. ആദ്യം അപ്പൂസ് അവിടെ കിടക്കുന്നുണ്ട്. ഞങ്ങള് എല്ലാ വട്ടവും ഞങ്ങൾ എല്ലാരും കൂടിട്ടേക്ക് ഇടാറ്. അപ്പൊ എന്തായാലും ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ വട്ടം അതിന് മുന്നത്തെ വട്ടം ചെമ്പുകൊല വെച്ചിട്ടാണ് വിറ്റ്. ആദ്യം എല്ലാ സാധനങ്ങളും അപ്പൊ ഇത് ഞങ്ങള് എന്തായാലും അതെ ഗൈസ്, നമുക്ക് കിട്ടിയുള്ള പൂക്കള് കേട്ടോ. ഇതാണ് 100 രൂപയ്ക്ക് കിട്ടിയത്. ഇതൊരു പിടി, ഇതൊരു പിടി, ഇതൊരു പിടി. അവിടെയും ഓരോ ചെറിയ നിങ്ങള് കണ്ടില്ലേ, ഓരോ കുറച്ചുള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ വെച്ച കുന്നുമലയായിട്ടാണ്. അവിടെ മലപ്പുറത്ത് നിന്ന് ഒരു ചേച്ചി വന്നായിരുന്നു. ചേച്ചിയുടെ പേരെന്താ പറയാൻ മറന്നു. ചേച്ചിയുടെ പേര് അങ്ങനെ എന്തോ സാ വെച്ചിട്ടാണ്. അപ്പൊ ആ ചേച്ചി വന്നിട്ട് ചോദിച്ചു പൂ നമ്മുടെ പോലെ തന്നെ. അപ്പൊ അവർക്ക് പൂക്കളിടാൻ പൂ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ആ ചേട്ടൻ ചോദിക്കുക പൂ അവര് സംശയിച്ച് നിക്കണ എന്തിട്ടാന്ന് വെച്ചിട്ട്. അത്തമല്ല പൂക്കളാടാന്നല്ലേ അത്തട്ടാലും പൂട്ടാലും പൂക്കളിടാനാന്ന് ചേച്ചി. അത്ഭുതമായിട്ടുള്ളവർക്കൊന്നും നമ്മളവിടെ വെച്ചാൽ മുക്കിനും എല്ലാ സ്ഥലങ്ങളിലും പൂ കൂട്ടിയിട്ട് ചേട്ടന്മാര് വിൽക്കാതിരിക്കുന്നുണ്ടാവും. അത്തത്തിനൊക്കെ ആൾക്കാർ അത്തം മുതൽ 10 ദിവസം ഇടും. നമ്മളെന്തായാലും അത്തത്തിന് മുടക്കാറില്ല. 10 ദിവസം ഇടലൊന്നും നടക്കില്ലേ. പണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അപ്പുറത്തൊക്കെ പോയി പൂ പറിച്ച് മേടിച്ച് കൊണ്ടുവന്ന് വിട്ട് നല്ല രസം. അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ അല്ലേ പഠിക്കുന്ന സമയത്തൊക്കെ. ഇപ്പൊ അങ്ങനെ പൂക്കളൊക്കെ ഇൻഡോർ പ്ലാന്റുകൾ കണ്ടില്ലേ, ഈ വക സാധനങ്ങളൊക്കെയാണ് എല്ലായിടത്തും. അപ്പൊ അങ്ങനെ അപ്പൊ ഞങ്ങള് പടപടാന്ന് തന്നെ ഇതൊക്കെ കണ്ട ഉണങ്ങി കടിച്ച് കരിഞ്ഞിരിക്കാണ്. കരിഞ്ഞിരിക്കും ഓരോന്നൊക്കെ അവസ്ഥ പൂവിന്റെ ഒക്കെ. തൃശ്ശൂർ റൗണ്ടേ പോയി കഴിഞ്ഞാൽ റൗണ്ടേ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും അടക്കുന്നതിന്റെ ഫ്രണ്ടിൽ തന്നെ വിൽക്കാതിരിക്കുന്നുണ്ടാവും. ടൗണിൽ നിന്ന് പോണ എല്ലാവരുടെ കയ്യിലും ഒരു കവറ് പൂവുണ്ടാവും എല്ലാ ദിവസവും. അത്തം തൊട്ട് 10 ദിവസം എല്ലാവരും പോണ ആൾക്കാരുടെ കയ്യില് വിഷു ആകുമ്പോ കണിക്കൊന്നും വിൽക്കാതിരിക്കുന്നുണ്ടാവും. ഇവിടെയൊക്കെ ഞാൻ അതൊന്നും കണ്ടിട്ടില്ല. എന്റെ മമ്മി വരെ ഓണത്തിന് മുടങ്ങാണ്ട് പൂടാറുണ്ട്. നമ്മുടെ ഇവിടെ ഒന്നും കിട്ടാനില്ലാത്തോണ്ടാണ്. കാരണം നമ്മുടെ ഈ സൈഡിലൊന്നും പൂക്കളില്ല. ആ കൂടി ഉള്ളത് മറ്റേ ചിഞ്ചുവിന്റെ ഫ്രണ്ടിൽ നിക്കണ പണ്ടത്തെ ചാണം മെഴുകിട്ട് ചാണം മെഴുകി തുമ്പപ്പൂവും അങ്ങനത്തെ സെറ്റപ്പ് ഒന്നും അല്ലല്ലോ.
ഇല്ലല്ലോ, എന്തോരം സൈസ് മറ്റേ കമ്മൽ ചെടി കണ്ടിട്ടില്ലേ? ഇപ്പൊ ചില ആൾക്കാർ ചവിട്ടി മേടിച്ചിട്ടുണ്ട്, പൂക്കള ചവിട്ടി. അപ്പൊ എന്താന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പണ്ടെന്ന് പറയുമ്പോ എന്താ പറയാ, അപ്പുറത്തെ വീട്ടിലൊരു രണ്ട് വലിയ ഇല എടുത്തിട്ട് അപ്പുറത്തെ ഇപ്പുറത്തെ വീടുകളിലെ പറമ്പുകളിലൊക്കെ പോയിട്ട് പൂ പൊട്ടിക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് കയറി, മാമ പൂ പൊട്ടിക്കട്ടെ, ആന്റിയെ പൂ പൊട്ടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കയറി നിറയെ പൊട്ടിച്ച് നമുക്ക് ആവശ്യമുള്ള വിവിധ തരം നമ്മള് പോണ സമയത്ത് എന്തോരം പലതരം പൂക്കളെ കിട്ടാ, പല പൂക്കളെ പല കളറിൽ നിന്ന് പല പൂവ് ചോദിച്ചു കഴിഞ്ഞാൽ തരുകയും ചെയ്യും. അത്രയധികം എല്ലാ വീടുകളിലും ഉണ്ട്. റോസ് ആണെങ്കിൽ റോസിന്റെ പലതരം, ചെമ്പരത്തി ആണെങ്കിൽ ചെമ്പരത്തിന്റെ പലതരം, കാശിത്തുമ്പ, അതേപോലെ കിട്ടാത്ത പൂക്കൾ ഉണ്ടാവില്ല. നമ്മള് വെറൈറ്റി കിട്ടാൻ വേണ്ടി നടക്കും. വെറൈറ്റികൾ കിട്ടാൻ വേണ്ടി നടക്കും. നമ്മുടെ വീട്ടിലും ഉണ്ടാവും പല, നമ്മുടെ വീട്ടിലുണ്ടാവും, പോയിട്ട് കൊണ്ടുവരും ഓരോ ദിവസം വെറൈറ്റികൾ ഇടാൻ വേണ്ടിട്ട്. പക്ഷെ ഇപ്പൊ അങ്ങനത്തെ സീൻ ഇല്ലല്ലോ. ഇപ്പൊ എന്താന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വീടുകളിലും ഇൻഡോർ, ഇപ്പൊ ഞാനടക്കം ഇവിടെ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ വീട്ടിൽ ഉള്ളും പുറത്തൊക്കെ ഇൻഡോർ പ്ലാന്റിന്റെ കളിയാണ്. എനിക്ക് പൂവുള്ള ചെടികൾ ഇഷ്ടമല്ല. നമ്മള് ഓണം അങ്ങനത്തെ സംഭവങ്ങൾ പണ്ട് വരാനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്തിരുന്നായിരുന്നു പണ്ട്. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അങ്ങനത്തെ വെയിറ്റിംഗ് ഒന്നും ഇല്ലേ. ഇപ്പോഴും ആ ഒരു ത്രില്ല് പോവില്ല. ഓണാണെങ്കിലും ശരി, ക്രിസ്മസ് ആണെങ്കിലും ശരി, ഓണത്തിന് പൂക്കൾ ഇടാനാണെങ്കിലും, കണി കാണാൻ വിഷുവിനാണെങ്കിലും, ക്രിസ്മസിന് കൂടുണ്ടാക്കാനാണെങ്കിലും, മാൽ ബൾബുകൾ ഇടാനാണെങ്കിലും, ഓരോരോ ആഘോഷങ്ങൾക്ക്, ദീപാവലിക്കാണെങ്കിലും ഞാനും വിച്ചും, എനിക്ക് തോന്നുന്നു വിച്ചു ചെറുപ്പത്തിൽ ഇത്ര അധികം ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. ഉണ്ടായിരുന്നല്ലേ? പക്ഷെ ഞാൻ എന്റെ അച്ഛനാണെങ്കിലും പൊന്നുന്റെ അവിടെ പപ്പയാണെങ്കിലും എല്ലാ സംഭവങ്ങളും ആഘോഷിക്കുന്ന ആൾക്കാരെ. ഇപ്പൊ നമ്മള് ക്രിസ്മസ് വന്നു കഴിഞ്ഞാൽ അച്ഛൻ നേരെ മാലബൾബൊക്കെ ഇട്ട് ഫുള്ള് അച്ഛൻ എല്ലാതും വീടിന്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ ഞാലി ഞാലിയായിട്ട് മാലബൾബൊക്കെ ഇട്ട് സെറ്റപ്പ് ചെയ്യും. ഇപ്പോഴും ഇടാറുണ്ട് അച്ഛൻ. വിച്ചുന്റെ പെങ്ങളുടെ വീട്ടില് ചേച്ചി അവിടെ കൂടൊക്കെ സെറ്റ് ആക്കും. ചേച്ചിയുടെ വീട്ടില് പുൽക്കൂടും സെറ്റും കാര്യങ്ങളും ഒക്കെ ചെയ്യും. അപ്പൊ അങ്ങനെ അച്ഛൻ കൂട് സെറ്റ് ചെയ്യാൻ ഉണ്ടാവില്ല, പക്ഷെ സ്റ്റാർ ഇടല് മൊത്തം മാലബൾബുള്ള പരിപാടിയൊക്കെ ചെയ്യും. ഞാനുള്ളപ്പോ ഞാൻ അവിടെ കൂട് സെറ്റ് ചെയ്യാറുണ്ട്. ചില സമയത്തൊക്കെ ഞങ്ങള് ആ ഒരു വൈബ് ചെറുപ്പത്തില് ഇങ്ങനെയാണ് നമ്മളെ വീട്ടിലെ ആ ഒരു വൈബ്, ഇങ്ങനത്തെ സെലിബ്രേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് ഇന്നും അതിലൊരു മാറ്റം. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ആ ഒരു ത്രില്ലും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൂന് ഞങ്ങളിങ്ങനെ പണ്ടോട്ട് ചെയ്യണോണ്ട് അപ്പൂസിന് നല്ലതുണ്ട്. പക്ഷെ ഇപ്പൊ കണ്ടില്ലേ, അവനെ നമ്മൾ പിടിച്ചിരുത്താൻ പറ്റും. കാരണം രാവിലെ അവന് നേരത്തെ ഇത്രയും നേരം അവൻ പഠിക്കായിരുന്നു. ഇന്നലെ അവിടെ എക്സാം തുടങ്ങി. അപ്പൊ നാളെ രാവിലെ അവൻ എഴുന്നേറ്റ് പഠിക്കും. അപ്പൊ ഇനി നമ്മള് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ എടുക്കുമ്പോ ലേറ്റ് ആവും. അപ്പൊ അതുകൊണ്ട് അവൻ പറഞ്ഞു, ഞാൻ ഇനി ലേറ്റ് ആയി രാവിലെ എനിക്കാൻ പറ്റിയില്ലെങ്കിലോ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു വേണ്ട, ഞങ്ങൾ ഇട്ടോളാം. ഇപ്പോഴത്തെ കുട്ടികളാണെന്നുണ്ടെങ്കിലേ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ക്ലബുകളോ അല്ലെങ്കിൽ അങ്ങനെ സംഭവങ്ങളോ ഒന്നുമില്ല. ഓണാഘോഷങ്ങളില്ല. പണ്ട് അമ്പലങ്ങളിലൊക്കെ ഞങ്ങളൊക്കെ ഡാൻസ് ഒക്കെ എന്തോരം ഉണ്ടാവാറുണ്ട്. ഓണത്തിന് പരിപാടികൾ ഓരോരോ ക്ലബുകൾ വെച്ചിട്ട് പൂക്കള മത്സരം, അങ്ങനെ പൂക്കള മത്സരം. ഇപ്പൊ സ്കൂളിലൊക്കെ ഉണ്ട്. സുന്ദരിക്ക് പൊട്ടുകുത്തല് സ്കൂളിലുണ്ട്. സ്കൂളിലല്ലാണ്ട് വീടിന്റെ അടുത്ത് ക്ലബുകളില് അമ്പലങ്ങളിൽ സംഭവങ്ങളൊക്കെ, അങ്ങനെ സംഭവങ്ങളൊക്കെ കുറെ കുറഞ്ഞില്ലാണ്ടായി. അതെ. അപ്പൊ നമ്മുടെ മക്കൾക്കൊക്കെ അതൊക്കെ മിസ്സായി തുടങ്ങി. ഒന്നാമത് പുറത്ത് ഇപ്പൊ ശരിക്കും പറഞ്ഞാ പിന്നെന്തുട്ടാ, ഓണത്തിന് സദ്യ വയ്ക്കില്ല, എല്ലാവരും കടയിൽ നിന്ന് മേടിക്കും. പിന്നെ അതേപോലെ ശരിക്കും ഞങ്ങളൊക്കെ ഞങ്ങള് കൂടുന്ന സമയത്ത് ഓണാണെങ്കിലും എന്താണെങ്കിലും പുറത്തുനിന്ന് അധികം മേടിക്കാറില്ലല്ലേ. കഴിഞ്ഞ വട്ടമാണ് ഞങ്ങള് ആദ്യമായിട്ട് ഒരു ഓഫർ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ മേടിച്ചു. അതെ, പക്ഷെ ഞങ്ങൾക്ക് അത് വേണ്ടെന്ന് തോന്നി. പിന്നെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ അങ്ങനെ പുറത്തുനിന്ന് മേടിച്ചത്. ബാക്കിയൊക്കെ എല്ലാത്തിനും ഞാൻ തന്നെ സദ്യ എനിക്ക് ഇഷ്ടമാണ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട്. കാരണം നമ്മള് വീട്ടില് എല്ലാവരും ഉള്ളപ്പോ അടിപൊളിയായിട്ട് എല്ലാം അരിഞ്ഞ് വൈകുന്നേരമൊക്കെ അരിഞ്ഞ് വെച്ച് കാലത്ത് ഞങ്ങൾ അങ്ങനെ ബാംഗ്ലൂർ വരെ ഉണ്ടാകുന്നപ്പോ ചെയ്തപ്പോ ഞാൻ പ്രഗ്നന്റ് ആയിട്ട് 3 മാസത്തെ ഛർദി കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞോടുകൂടി ഛർദി 14 ഐറ്റം ഞാൻ ഉണ്ടാക്കി. കൊറേ കറിയാ എന്തോ, ഞങ്ങൾ ആ കൂടി 3 പേരല്ല, ഒരു ലോട്ട് കറി. ഭയങ്കര ഇഷ്ടം എനിക്ക്. ഇപ്പൊ ഇവൻ പറയും, ഇപ്പോഴും അവൻ പറഞ്ഞു ഒരു 2 നേരം കറി മതിട്ടാ, അല്ല ഉണ്ടാക്കി വെക്കണം. അപ്പൊ നമ്മൾ സദ്യ വെക്കുമ്പോ നമ്മളെന്തായാലും പായസം, അതേപോലെ ഉപ്പേരി, മറ്റേ ഇതെല്ലാതും 2 കറി. അപ്പൊ പൊന്നു പറയും 2 കറിയോ, കുറച്ചും കൂടി 2-3 കറി വെക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, അതെന്തിനാ, നമ്മള് നീ ഇപ്പൊ നിന്ന് കഷ്ടപ്പെട്ടു, നമ്മളെന്നെ കഴിക്കുള്ളൂ, പുറത്തുനിന്ന് വേറെ അല്ല. എന്നാലും പൊന്നിന് പറ്റും. എന്റെ മമ്മിയൊക്കെ ഞങ്ങളൊക്കെ ചെറുപ്പത്തില് ഇപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കും, ഉറക്കം ഒളിച്ച് നിന്ന് ഇപ്പൊ ഇവൻ വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞ് വരുമ്പോഴാണെങ്കിലും ഇവനറിയാം മമ്മി പുലർച്ചയ്ക്കൊക്കെ നമ്മളൊരു ഉറക്കം കഴിഞ്ഞ് എണീക്കുമ്പോഴും മമ്മി ഉണ്ണിയപ്പം എന്നിട്ട് പുലർച്ചെ 3 മണിക്ക് 4 മണിക്ക് കണ്ണടച്ചൊക്കെ ഉണ്ടാക്കട്ടോ.
5 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് ആള് വെള്ളി അപ്പോഴും നമ്മൾ എണീറ്റുണ്ടാവില്ല. നേരിട്ട് കണ്ടിട്ടൊക്കെ അന്തം വീട്ടുണ്ട്. എടുക്കണത് 4 മണിക്ക് എണീക്കുന്നത് 5 മണിക്ക്. നമ്മള് ഈ യൂട്യൂബിന് വേണ്ടിട്ട് വർക്ക് ചെയ്യുമ്പോ തന്നെ ഞങ്ങൾ നേരെ വൈകി കിടന്ന രാവിലെ എണീക്കാൻ പറ്റാണ്ട് പറഞ്ഞ പാട് നമുക്ക് അറിയാം. വേദന എടുത്തിട്ട് സൈഡൊക്കെ വേദന എടുത്തിട്ട് 6 മണിക്ക് എണീക്കണതിന് പകരം നമ്മള് ഈ സമയങ്ങളിലൊക്കെ നമ്മള് ഫുഡിന്റെ കാര്യങ്ങളും അതും ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കും. അപ്പൊ അത്രയും ഒരു 7 മണി 7:30 ആകുമ്പോൾ എണിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇനിയിപ്പോ കുറച്ചുകൂടി കഴിഞ്ഞാൽ ആദ്യം പിന്നെ കൊറേ സ്ഥലങ്ങളിലൊക്കെ ഓണാഘോഷം ഇല്ല. നമ്മുടെ വയനാടിന്റെ സംഭവം ആഘോഷങ്ങളൊന്നും ഇല്ല. അപ്പൂസിന്റെ സ്കൂളിലൊന്നും ഇല്ല. സ്കൂളുകളൊക്കെ കൊറേ മാറ്റി, പരിപാടികളൊക്കെ മാറ്റി. അപ്പൊ പൊന്ന് ഇത്രയൊക്കെ ആക്കിട്ടോ. ഞങ്ങള് ചെറിയൊരു പൂക്കളാട്ടോ സെറ്റ് ആക്കണുള്ളൂ. ചെറിയൊരു 3 പൂവല്ലോ ഉള്ളു. 3 പൂവിന് പറ്റിയ ചെറിയൊരു പൂക്കളം. അത് നമുക്കൊരു അത്തപ്പൂക്കൾ ഇടാറുണ്ടല്ലോ, അതൊരു സാറ്റിസ്ഫാക്ഷൻ. അത് ഒഴിവാക്കണ്ടെന്ന് വെച്ചിട്ട് പിന്നെ ഞങ്ങളിപ്പോ ഇതിട്ട് കഴിഞ്ഞിട്ട് ഞങ്ങള് ഫോട്ടോ എടുക്കും. പിന്നെ രാവിലെ പിള്ളേരെ എണിച്ചിട്ട് അവരെ നിർത്തിയിട്ടും രാവിലെ പൂക്കളം കൂടി ഉണ്ടെങ്കിൽ കാരണം കാലത്ത് മഴയൊക്കെ പെയ്ത് ഞങ്ങള് മുറ്റത്ത് അവിടെ ഇടാന്ന് വിചാരിച്ചേ. ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലോ അവിടെ ഇടാന്ന് ഞാൻ പറഞ്ഞപ്പോ മഴ പെയ്താലും പുലർച്ചെ നമ്മൾ അറിയില്ലേ മഴ പെയ്യണതൊന്നും. അപ്പൊ മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മറച്ചു വെച്ചാലും അല്ലെങ്കിൽ പിടിച്ചു നിർത്താനൊന്നും പറ്റില്ല. ചിന്നി ചെതറി തെറിച്ചു പോകണം. അതിന് പകരം നമുക്ക് ഇവിടെ മഴ കൊള്ളാത്തൊരു സ്ഥലത്ത് ഇട്ട് കഴിഞ്ഞാൽ കാലത്താണെങ്കിൽ ഏറ്റവും വരുമ്പോ അവിടെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണ് ഗൈസ്. ഇതേപോലെ ഇത്രയുണ്ട്. അപ്പൊ ഞാനും കൂടി ഹെൽപ്പ് ചെയ്തിട്ട് അതൊന്ന് വേഗം സെറ്റ് ആക്കിയിട്ട് നമ്മൾ പൂക്കളത്തിൽ കിടക്കാം. നമ്മളെ കെട്ടിയോണ്ടേ ഇങ്ങനെ ഡിസൈൻ ആക്കി ഇങ്ങനെ കൊണ്ടുണ്ട്. ഞങ്ങള് പണ്ട് വലിയ പൂക്കളെ ഡിസൈൻ ആക്കിയൊക്കെ ഇട്ട് ലാവിച്ചോ ഭയങ്കര സെറ്റപ്പിലാണ്. എനിക്കിത് അവിടെ ഇടാനാ ഞാൻ പറഞ്ഞ. എനിക്കിത് അവിടെ ഇടാനായിരുന്നു ഇഷ്ടം. മഴ പെയ്യുന്നതുകൊണ്ട് വെച്ച് ഇവിടെ തന്നെ ഇട്ടു. മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോ ചെയ്യണത് നാളെ കാലത്ത് കാണില്ലേ. എന്തായാലും മഴ പെയ്യും. മഴ പെയ്യാറായിട്ട് നിക്കണേ. പിന്നെ അപ്പൂന് പോലും കാണാൻ പറ്റില്ല ചിലപ്പോ പൂക്കളം. അയ്യോ, എന്തായാലും ഞങ്ങള് പൂവിട്ടിട്ട് ഞങ്ങള് പൂക്കളത്തിന്റെ കൂടെ ഫോട്ടോ എടുക്കും. രാവിലെ പിള്ളേരുടെ കൂടെ ഫോട്ടോ എടുക്കാം. അതുവരെ പൂക്കളം ഉണ്ടായാൽ മതിയിരുന്നു. എന്നിട്ട് വേണം റീലുണ്ടാക്കിയിടാനല്ലേ. അപ്പോൾ അതേ നമ്മുടെ പൂക്കളം ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ഇപ്രാവശ്യം കുറച്ചാണ് അവിടെ തന്നെ കുറച്ചാണ് മേടിച്ചത്. ഞങ്ങൾ ബാംഗ്ലൂരും മറ്റേ തൃശ്ശൂരൊക്കെ ഉള്ളപ്പോൾ വീഴ്ത്തെടുത്തിരുന്നു ഡിസൈനൊക്കെ വരച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വേണ്ട സാധാരണ പോലെ നമുക്ക് നേരം ഇല്ലെങ്കിലും ഞങ്ങൾ നേരം ഉണ്ടാക്കി ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നേരം കണ്ടെത്തും അല്ലേ. പക്ഷെ അപ്പോഴും നമ്മുടെ ഉറക്കൊളിക്കലും നമ്മളുടെ വീഡിയോ എഡിറ്റ് ചെയ്യലൊക്കെ മാറ്റി വയ്ക്കേണ്ടി വരും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴൊക്കെയാണ് ഈ പാതിരയ്ക്ക് മറ്റതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. കണ്ണിലെല്ലാം ഉറക്കം തത്തി കളിക്കുന്നുണ്ട് ഞങ്ങളുടെ. പക്ഷെ കണ്ണിൽ മറ്റേ പിള്ളേച്ചൻ ഇരുന്ന പോലെ ഇടുക്കിലേക്ക് കുത്തിയിട്ടിരിക്കുന്ന ഞങ്ങള്. അയ്യോ ഞാനുമ്പേ കയറി ഇരിക്കണില്ലേ. ഞാൻ ഇരുന്നാൽ ചിലപ്പോൾ ഉറങ്ങും. താഴ്ത്ത് ഞാനിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ 2 ആൾ ഒരുമിച്ച് കാണിച്ചു തരാം ഗൈസ്. ഞങ്ങളുടെ ചിമ്പപ്പം വന്നിട്ട് കേട്ടാ. ചിമ്പ് ടാർസിന്റെ മുകളിൽ കാവലിരിക്കേ. നമ്മള് പുറത്തിറങ്ങിയപ്പോ പൂക്കളം ചെമ്പ് ചെറുപ്പം തൊട്ടേ കാണുന്നതാ. അവനറിയാം പൂക്കളം. ചിമ്പ് ചവിട്ടില്ലേ പൂക്കളത്തില് സൈഡിൽ കൂടെ പോവും. അത് ചെറുത്തരിയുമ്പോട്ട് ചിമ്പ് ചെറുത്തരിയുമ്പോട്ട് കാണുന്ന സാധനം അവനറിയാത് കാരണം. ചിമ്പ് വാടി ചിമ്പ് ചിമ്പ് അജിസ്കുട്ടാമ്പി കിടക്കുന്നുണ്ട്. വയസ്സ് കൂടെ അപ്പൂസ്കുട്ടാമ്പി കൂടെ കിടക്കുന്നുണ്ട്. ചച്ചിൻ്റെ മുകളിൽ ചിമ്പ് കുറ്റാമ്പി ടിമ്പുഷ് വാറ്റി പൂക്കല്ലിടണ്ടേ ഒക്കെ വെന്റിലോ. ഓടിവാ വാ ടിമ്പുച്ച് ഓടിവാടി വാ. അവിടെ അപ്പരെ കുടിച്ച ഒങ്ങണ്ടേ. ഓടിവാ മാച്ച എന്നാ പண்றது. ഏയ് ഭംഗിന്റെ ചിമ്പു പൂവിടാൻ വന്ന. ചിമ്പുച്ചിനറിയാം പൂവിടാനല്ലേ. ചിമ്പുച്ചി ചിമ്പു ഇവിടെ ഇരിക്കണ സ്ഥലമാണ് ശരിക്ക്. ഇവിടെയാണ് ഇരിക്കയാള്. നമ്മുടെ പൂക്കളം കണ്ടോ എങ്ങനെയുണ്ട്? സൂപ്പർ. നീ എന്തിട്ടാ കാട്ടണേ?
ഇതെന്നിട്ടത് ഈ ഒരു ഏരിയ എന്നിട്ട് ഇവിടേക്ക് ഇതാ പോലെയൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഈ ഏരിയ എന്നിട്ട് കാട്ടണേ ഇതെന്തിട്ടത് കാട്ടി വെച്ചാ അവിടെ ഞാളങ്ങിയിരിക്കണേ ഇവനെ കളിയാക്കാൻ വേണ്ടി വീഡിയോ എടുക്കാൻ വന്നിക്ക സാധനം കളിയാക്കാനേ പിന്നെ ഇതിന് കുഴപ്പം ഒരു കുഴപ്പമില്ല കേട്ടോ അതൊന്നും ഇതില് വെള്ള കുറവാ ഫീൽ ചെയ്യണം ഇവിടുന്ന് വെള്ളം ഇതിന് തുളസിക്കതിര് വെക്കണം ഗൈസ് ഞാനാണ് ഇയാളെ പൂടാൻ പഠിപ്പിച്ചത് ഞാന് പറയണില്ല ഗൈസ് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് ഗൈസ് ഇത് വ്ളോഗാണോ റീലാണോ ഇപ്പൊ കഴിയും ഇപ്പൊ കഴിയാൻ പറ്റില്ല പറഞ്ഞേ ആകണം പറഞ്ഞ അവളോ അനുഭവിച്ചത് അത് ഗൈസ് നേരത്തെ കഴിഞ്ഞു സമയം കഴിഞ്ഞു സമയം കഴിഞ്ഞിരിക്കുന്നു സമയം കഴിഞ്ഞു മാറ്റർ വരട്ടടാ സിംഗമ്മ അപ്പൊ ഞാൻ ഇവ പറഞ്ഞ് എല്ലാ ആഘോഷങ്ങളും ഞങ്ങള് വീട്ടുകാര് എന്റെ അച്ഛനമ്മയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. അച്ഛൻ സ്റ്റാർ ഇടും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യും. ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ എൻ്റെ വീട്ടിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ്. മമ്മി പുലർച്ചയ്ക്കും പാതിരക്കൊക്കെ നമ്മളിത് ഇങ്ങനെ പൂടലാണ്. ഞാൻ പറയും ഞാനിങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞോണ്ട് ഞാൻ ഇത്തിരി നേരത്തെ ക്യാമറ ഓഫായി ആ വിഷയം ഒന്ന് മാറ്റണ്ട. ഒരു വിശേഷങ്ങൾക്കും വീട്ടിലുണ്ടാവാറില്ല. ഗഡികളുടെ കൂടി ആശാന്റെ കൂടിയൊക്കെ കള്ള് കുടിച്ച് തെണ്ടി തിരിഞ്ഞ് വല്ല വീടിന്റെ ടെറസിന്റെ മുകളിൽ അടിയിലും പാലത്തിന്റെ അടിയിലൊക്കെ കുടിച്ച് കവറേജ് പോയിട്ട് അടിച്ച് കിണ്ടിയായിട്ട് കെടുക്കാറാണ് പതിവ് ഗൈസ്. എല്ലാ വിശേഷം ആഘോഷങ്ങൾ ആഘോഷിക്കാനുള്ളതാണ്. ആ വീട്ടുകാരുടെ കൂടി ഒരു പിടി ചോറുണ്ണാൻ വരെ വത്താറില്ലേ മിക്കവാറും. ആ വീടുകളിൽ ചോറുണ്ണാൻ വരുന്നതിന് തൊട്ട് മുന്നേ പൂക്കുറ്റിയായിട്ട് വരും. ചോറ് അച്ഛനെ അമ്മയുടെ വായിലേക്ക് വീട്ടുകാർക്ക് അറിയില്ലേ? അവർക്ക് അറിയില്ല. കാരണം എങ്ങനെയെങ്കിലും സ്റ്റഡി ഇട്ടാറ് മുമ്പ് നിൽക്കണേന്ന് അറിയില്ല. പൂക്കുറ്റിയായിട്ട് വരുന്നത് നാടി പാടിയിട്ടൊന്നുമല്ല. സാധാരണ പോലെ വന്നിട്ട് കറക്റ്റ് ചോറൊക്കെ ഉണ്ട് സെറ്റായിട്ട് കിടന്ന് വർത്താനം പറഞ്ഞിട്ടിരിക്കും. ആടാറില്ല പാടാറില്ല എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത്. കൂട്ടുകാര് കൊണ്ടുപോകും. എവിടുന്ന എന്നോട് പറയിപ്പിക്കണ്ട. അപ്പോഴേ ഗൈസ് അപ്പൊ അവിടെ വന്ന് ഉണ്ട്. എല്ലാവർക്കും നല്ല ഓണാശംസകൾ. പിന്നെ ഒരു 3 ദിവസം കഴിഞ്ഞു. അപ്പൊ ഗൈസ് എല്ലാവർക്കും നല്ല ഓണാശംസകൾ നേർന്നുകൊണ്ട് ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. തരും സാധനങ്ങള് എന്തുട്ടിന് അപ്പൊ നീ എന്തുട്ട കാട്ടണേ? എന്തടോ ഇനി പൂവെന്താ ചെയ്യണ്ട? പട്ടോടാം നോക്കി ഗൈസ് എന്റെ പൂക്കളം നശിപ്പിച്ചോളൂ. അയ്യോ ഞാൻ എന്ത് ഭംഗിന് ഉണ്ടാക്കിയതാന്നറിയോ? നോക്ക് ഈ ഒരു ഡിസൈനും നോക്കി വർഷങ്ങളായിട്ട് പൂക്കളറാണെന്നാ പറഞ്ഞത്. ഓ കണ്ണില്ലാത്ത ആൾക്കാരാണോ ജഡ്ജിമാരാർന്ന്? ഞങ്ങൾ ഒരു ടീം ഉണ്ടാവൂല, അപ്പൊ ഞങ്ങളൊക്കെ തന്നെ ഇടാറ്. ആ നീ എന്നെ ജഡ്ജി, നീ എന്നെ ഇടാല്ലേ? എന്താ പ്രിൻസാട്ടനാണ് ഞങ്ങളുടെ ഞങ്ങൾക്കായിരുന്നു പ്രിൻസാട്ടൻ ലീഡർ. പ്രിൻസാട്ടന് ഞങ്ങളുടെ ഗ്രൂപ്പില് ഏറ്റവും അധികം പോയിന്റ് നേടി കൊടുത്തത് 10-15 ഐറ്റത്തിന് ഫസ്റ്റ് മേടിച്ച ഈ ഞാൻ. ആരുണ്ടാവുന്നില്ലോ ഒപ്പം? എല്ലാവരെയും വിജയിപ്പിച്ചുകൊണ്ട് തോൽപ്പിച്ചുകൊണ്ട് ഞാൻ. മനസ്സിലായ ഈ ഒരു പൂക്കളം ഇത്ര നാളായിട്ട് ഇട്ടിരുന്ന ഒരാളാത്ര ഈ ഒരു ഷേപ്പില് ഇവിടെ പൂക്കളുണ്ട്. നോക്ക് ഇങ്ങനെ ഏത് ഇതേ മറ്റേ പരിപ്പോടെ ഉണ്ടാക്കണ പരിപാടി അല്ല. അതെന്തിട്ടത് ഡിസൈൻ അത് മതിയാക്കിടണം. കള്ളുകൂടിയിലെ കഥ ഇതിലെ അടിയതോടുകൂടി താൻ തിരിഞ്ഞിട്ട് എനിക്കെതിരെ ആയുധലിടും. അയ്യോ എന്റെ അമ്മ ഒരിക്കൽ പറഞ്ഞായിരുന്നു, ഇവ അങ്ങനെ വിശേഷങ്ങൾക്കൊന്നും അങ്ങനെ വീട്ടില് അധികം ഉണ്ടാവാറില്ല. കുറച്ചിങ്ങനെ ഈ പറഞ്ഞ പോലെ തല കാണിച്ച് ഭക്ഷണം കഴിച്ച് പോവും. വീട്ടുകാർക്ക് അറിയാതെ. പിന്നെ ഇവൻ വീട്ടുകാർക്ക് കുടിക്കണ കാര്യം അറിയില്ല എന്ന് പറഞ്ഞാലും അച്ഛനൊക്കെ ചിലപ്പോ അറിയായിരിക്കും. പിന്നെ അവരത് ആ പ്രായം വെച്ചിട്ട് മൈൻഡ് ചെയ്യാണ്ടിരുന്നതായിരിക്കും. ഏതു പ്രായം? 7ാം ക്ലാസ് തൊട്ട് തുടങ്ങിയതാണ്. അപ്പൊ ഇനി അടുത്തത് 7ാം ക്ലാസ്. അതേ ഞാൻ ജനിച്ചു വീണ വശം അമ്മ പാലാൻ മുന്നേ സ്മോളാണ് തന്നിരിക്കും. എന്ത് 7ാം ക്ലാസ്സിൽ ആദ്യമായിട്ട് സിഗരറ്റ് വലിച്ചത്? 7ാം ക്ലാസ്സിലല്ല, 7ാം ക്ലാസ് ഒന്നല്ല ഞാൻ ചോദിച്ചു. ഇത് എന്തുട്ടത് നാണക്കേടോ? അങ്ങനെയൊക്കെ വഴികാരണം. ഇപ്പൊ എന്റെ അച്ചാച്ചൻ വേണോ? അച്ചാച്ചൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ വീഡിയോ തുടങ്ങിയതാ. ആള് ഇടക്കിടക്ക് ഇതേപോലെ ഇടക്കിടക്ക് പറയണ 4ാം ക്ലാസ് തൊട്ട് വീഡിയോ തുടങ്ങിയതാ വാട്സപ്പില്. ഞാൻ 7ാം ക്ലാസ് ഒന്നല്ല, ഒട്ടിരിട്ടി 7ാം ക്ലാസ്.
സ്ഥിരം നോണാണ് പറയണത്. ഇത് എന്തൊരു കഷ്ടം ഇപ്പൊ വലിക്കണ. അപ്പൊ തനിക്ക് അങ്ങനെ ആഗ്രഹമൊക്കെ കാണും. ഓണാണ് ഏറ്റവും അധികം. അപ്പൊ അമ്മ പറഞ്ഞു വന്നത് ആ ഉണ്ണണ നേരത്തെ എങ്ങാനും വന്നെങ്കിലായി പിന്നെ ആളെ കാണില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന് മുന്നിൽ. അപ്പൊ വീഡിയോയിലൊക്കെ ഇങ്ങനെ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും കൂടിയിരിക്കുന്ന കാണുമ്പോൾ അവളെ ഇത്രയ്ക്കൊക്കെ ഇതുപോലെയൊന്നും സംസാരിക്കാറില്ല ഇത്ര അധികം ഒന്നും. അപ്പൊ അത് നമ്മളുടെ കയ്യിൽ വന്ന് കുടിക്ക് നിർത്തി വലിയൊക്കെ നിർത്തി കഴിഞ്ഞപ്പോ നല്ല ഈ വക കാര്യങ്ങൾക്ക് വേണ്ടി ഉറക്കൊളിച്ചിരുന്ന് ചെയ്ത് രാവിലെ ഇതിന്റെ കാര്യങ്ങൾ എല്ലാം ചെയ്ത് ഇപ്പോഴാണ് ശരിക്കും സെലിബ്രേഷൻസ്. ഓഹോ, വീട്ടിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണോ ഓണത്തിന് ചെയ്യാ, ക്രിസ്മസിന് ചെയ്യാ, പെരുന്നാളിന് ചെയ്യാ, ഓണത്തിന് ചെയ്യാന്നാ പറയണേ. മറ്റേതാ ഇപ്പൊ ഒന്നും അറിയണല്ലേ, ഇവന്റെ വീട്ടിൽ അച്ഛനമ്മയാണല്ലോ ചെയ്യാ. ഇന്ന് ഞങ്ങള് സിബി ബേക്കറി പോയപ്പോ അവിടെ സിബിച്ചന്റെ മോൻ ജിമ്മിന് പോണ്ടായിരുന്നു. അപ്പൊ ജിമ്മിന് പോകുമ്പോ അപ്പൊ അവനറിയില്ല. അപ്പൊ അവനോട് ഞാൻ പറഞ്ഞു എന്തിനാ ഇതിനൊക്കെ പോണത്, ഇത് ഇവിടെ ഒരു മിസ്റ്റർ തൃശ്ശൂര് ഇരിക്കുന്നുണ്ട്. അപ്പൊ അവന് മനസ്സിലായില്ല. അപ്പൊ നമ്മള് ഫോട്ടോ കാട്ടി കൊടുത്തു ഇവന് ട്രോഫി കിട്ടിയതൊക്കെ ഇങ്ങനെ. അപ്പൊ നമ്മളത് ഇതില് ഇപ്പൊ ഈ പറഞ്ഞ സമയത്ത് ഈ സൈഡിലായിട്ട് അത് കാണിക്കും. അപ്പൊ അത് ഈ മനുഷ്യനാണ്. അപ്പൊ അവ അത് കണ്ട് ഞെട്ടി. കൊറേ പേർക്ക് അറിയണവർക്ക്. അപ്പൊ അവിടെ എന്നിട്ട് പറഞ്ഞേ, അവിടെ പറയാൻ വന്നത് കല്യാണം കഴിഞ്ഞപ്പോ ഇവളെന്നെ പിന്നെ ജിമ്മിന് വിട്ടിട്ടില്ല. അപ്പൊ ജിമ്മ് ആ വഴിക്ക് പോയി. അപ്പൊ അവൻ പറയാ അത് കഴിഞ്ഞ് കഴിഞ്ഞ ഇതിനൊന്നും നേരം ഉണ്ടാവില്ല. സിബിച്ചനും ഇങ്ങനെ ജിം തന്നെയായിരുന്നു. അപ്പൊ കല്യാണം കഴിക്കും വരെ ഇതിനൊക്കെ നേരം ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞ് ഇതിനൊന്നും നേരം കിട്ടില്ല. അപ്പൊ അവൻ പറയാ ആഘോഷിക്കുന്നിടത്തോളം ആഘോഷിക്കേണ്ടതുകൊണ്ട് അവൻ ജിമ്മിന്. അവൻ ആക്ച്വലി ഡോക്ടറാണ് കേട്ടോ. അപ്പൊ അവൻ പറയാ അപ്പൊ പോണോടത്തോളം ജിമ്മിന് പോട്ടെ, കെട്ടൊക്കെ കഴിഞ്ഞതൊന്നും നടക്കില്ല. അതന്നെ അതവിടെ കെട്ടി കഴിഞ്ഞിട്ട് അതെ ഗൈസ്, എനിക്കും കുറെ മിസ്സിങ് ഉണ്ട്. എന്റെ ഡാൻസ് പ്രോഗ്രാംസ്, സ്റ്റേജ് പ്രോഗ്രാംസ്, ആങ്കറിങ്. അപ്പൊ ഇതെന്തു ചെയ്യണ്ടേ? ഇനി ഒരു റൗണ്ട് ഉണ്ടാക്കാം. ഇത് ഞാൻ മാത്രം എന്റെ സ്വന്തമായിട്ട് ഇടാൻ പോകട്ടെ. അല്ല, റൗണ്ട് ഇടാൻ ഹെൽപ്പ് ചെയ്യണ്ടല്ലോ നീ. ഇപ്പോഴാണ് പൂക്കളത്തിനൊരു ബാക്ക്ഗ്രൗണ്ട് വന്നേ. ഇതിന്റെ ഉള്ളിൽ ആരോട് വെള്ളം തീരുമാനിച്ച ഗൈസ്, ഇപ്പോഴാണ് പൂക്കളത്തിന് ഒരു അല്ല ഈ റൗണ്ടും കൂടി വന്നപ്പോഴല്ലേ ഗൈസ് നിങ്ങൾ പറ. ഇത്ര നേരം ഇതിനൊരു അല്ലാട്ടോ, അതെന്റെ ഐഡിയ ആണ്. ഇവ ഇങ്ങനെ കൊണ്ട് അവസാനിപ്പിച്ചു. അയ്യോ എത്തില്ല, ആരെ പറഞ്ഞെത്തില്ലെന്ന്. ഇത് ജോയിന്റ് ഇതിന് വേണ്ടിട്ട് ഇത് വെച്ചത് അറിയില്ലല്ലേ. ഇതിലേക്ക് ഇവിടുന്ന് ജോയിന്റ് ചെയ്യിക്ക്. ഓണം വന്നേ, ഓണം വന്നേ. ഇവള് പറയാ ഇത് എന്ത് ഡിസൈൻ, ഇത് എനിക്ക് മനസ്സിലാവണില്ലെന്ന്. അതിനൊക്കെ പിടിച്ചത് ആദീസിനോട് പറഞ്ഞു പാമ്പീനെ കണ്ടോ? പാമ്പി ഇങ്ങോട്ട് വന്നേ. പൊന്നുന്റെ പാമ്പി പിള്ളേരോട് പറഞ്ഞേ ആദ്യനോട് പറഞ്ഞിട്ട് ആദ്യോടും ചിമ്പുനോടും പാമ്പി എന്നല്ലേ പറയാറ്. നോക്കട്ടോ ഗൈസ്, ഓണം സെലിബ്രേഷൻ. ഉള്ളിലിടാ എന്റെ ഒരു പുതിയൊരു ഓണപ്പാട്ട് ഇറക്കാൻ പോവാണ് ഗൈസ്. ഓണം പൊന്നോണം എന്റെ പൊന്നു അതിന്റെ ഒരു അപരത്തിയാണിത്, മനസ്സിലായി ഗൈസ്? അതിന്റെ ഒരു അമരത്തിയാണ്, അല്ല അപരത്തിയാണ് ഇവള്. ഞാനേ ഇപ്പൊ ഈ പൂവിടുമ്പോ ചുമ്മാ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്ത് കോപ്പറേറ്റ് ആവണേന് വരെ ചമ്മിമനിക്കാണെങ്കിലും ഇതിനൊന്നൊരു കുറവില്ല. ഡെഡിക്കേഷൻ ഗൈസ്. ഇനി ഇതെവിടെയെങ്കിലും മിക്സ് ചെയ്തിട്ട് മതി. ഇത് നിങ്ങളുടെ എത്തിയില്ലല്ലോ. എടോ ഈയടോ അതിനിഞ്ഞ എവിടേക്ക് എത്തണേ? കണ്ടില്ലേ
ഈ ഒരു ഭാഗം ഇവിടേക്ക് കണക്ട് ചെയ്തിട്ടില്ലട്ടാ. ഇവിടേക്ക് ഇങ്ങിടുന്നിട്ട് പറയുന്നത് ഈ വക ആൾക്കാരെ പൂക്കളടായിരിക്കണ്. നിനക്കേ നീയല്ലേ പറഞ്ഞിട്ട് ജോയിൻ ചെയ്യിക്കാൻ, അങ്ങനെ പറഞ്ഞില്ലേ? അവിടെ ജോയിൻ ചെയ്യിച്ചു, പിന്നെ എവിടെ ജോയിൻ ചെയ്യിക്കാനാ പറയണേ? ദേ അവിടെ ഞാൻ ജോയിൻ ചെയ്യിച്ചു. ഇവിടെ കണ്ട കറക്റ്റ്. ഈ പൂക്കളത്തിന് എന്താ പ്രശ്നം? കുറച്ച് വട്ടം വന്നിട്ടില്ലേ? പിന്നെന്താ നീ വട്ടം വട്ടം നാരങ്ങ കൊത്തി കൊത്തി തിന്നുമ്പോൾ എന്തിനു സീതയും മിണ്ടാത്തെ 1 2 3 അത് കളിച്ചിണ്ടാ? പിന്നെന്താ ഇനി നമുക്ക് അകത്ത് പോയി കളിക്കാം. തനിക്ക് എന്തോ പൊട്ട ഉദ്ദേശങ്ങളുണ്ട്. എന്തിനു സീതയും മിണ്ടാത്തെ? എന്താണ് നല്ല പ്രേതോങ്ങാനായിരിക്കും. ദാസ് പ്രാണികളാണ്. പകുതിയുള്ളൊരു പ്രാണിയാ. പകുതിയുള്ള പ്രാണിയല്ല അത്. അത് അങ്ങനത്തെ ഒരു ജാതി വട്ട് സാധന. അത് ജാതി ഞങ്ങള് ഇതുവരെ കാണാത്ത ഒരുപാട് പ്രാണികള് തിരുവനന്തപുരത്തുണ്ട്. കണ്ടോ? അതിനൊന്നും നമ്മള് തൃശ്ശൂരൊന്നും ദുബായിലും ബാംഗ്ലൂരൊന്നും കണ്ടിട്ടില്ല. ഞാനും തൃശ്ശൂര് കാണാത്ത പല ജന്തുക്കളും തൃശ്ശൂരുണ്ടായിരുന്നു. കുത്തി കുത്തി പറയണ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി അത് അവിടെ നിന്നിട്ടുണ്ടാവും അറിയോ? കൊറച്ച് കഴിഞ്ഞാ ഓർക്കാൻ വലിക്കണത് നിങ്ങൾക്ക് കേക്കണങ്ങ ഗായ്സ്. ഇന്നാമിനിങ്ങി പറക്കണ് കണ്ടിട്ട് ജനലേരോട് പറക്കണ കണ്ടിട്ട് ആരോ ടോർച്ചടിക്കാന്ന് വെച്ചിട്ട് വിറച്ച് പേടിച്ചിരിക്കുമ്പോ ഇങ്ങനെ കൂർക്കം വലി. അതോടെ എനിക്ക് പേടിയിട്ട് ഞാൻ കയ്യുമ്പോ മുറുക്കി പിടിച്ചിട്ട് കൊണ്ടു അവിടെ ഒരു ലൈറ്റ് കാണുന്നത്. അപ്പൊ അടുത്ത ഉറക്കത്തിൽ വന്നിട്ട് പറയാം അത് മിന്നാമിനിങ്ങിന്ന് നോക്കണ പോലുമില്ലേ. അല്ല ഇവിടെ ഉറക്കത്തിൽ ഇതൊക്കെ കണ്ടിട്ടേ ഇതാ അവിടെ ജനലയുടെ അവിടുത്തെ തുണി അനങ്ങണു. അവിടെ അപ്പുറത്ത് ടോർച്ചിന്റെ വെളിച്ചം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് മറ്റേ വടക്ക് നോക്കിയാന്ന് പറഞ്ഞ ശ്രീനിവാസനാ. എന്തുണ്ട് കോപ്പ്. അതെ, എനിക്ക് നല്ല പേടിയിട്ട് അതിന്റെ കൂടെ ഇവന്റെ കൂർക്കം വലിയാകുമ്പോ പേടിയാകുമ്പോ നമുക്ക് എന്ത് കൂർക്കം വലിയ വെച്ചോ. വീഡിയോ അവസാനിക്കും. കാരണം ഇനി പറഞ്ഞോണ്ടിരുന്നു കഴിഞ്ഞാൽ പൊന്നു കഥ പറഞ്ഞിരിക്കും. അതെ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ പൂക്കളം. ഇതിന് ഇവിടത്തെ ഈ ഒരു ഭാഗം കൂടി ഫിനിഷ് ചെയ്യണം. അത് അവൾക്ക് അറിയണില്ല. അത് കുറച്ച് പിരിവിട്ടതാണ്. അപ്പൊ ഈ ഭാഗം കൂടി ഫിനിഷ് ചെയ്യണം. ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൂക്കളം കഴിഞ്ഞു. അപ്പൊ എല്ലാവർക്കും ആണോ? അപ്പൊ തുളസി പിടിച്ചിട്ട് അപ്പൊ ഗൈസ് അപ്പൊ നമ്മുടെ പൂക്കളം സെറ്റാക്കി ചിരിച്ച് മരിച്ചു. പൂക്കളം സെറ്റാക്കുമ്പോ സംസാരിച്ചു. ഞാൻ എന്റെ തുളസി വെച്ചിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. നമ്മുടെ ഇഷ്ടപ്പെട്ടാണ് നിങ്ങൾക്ക് ചെറിയൊരു ഡിസൈൻ സാധാരണ വെച്ചു അങ്ങനെ വലുതായി ചോക്കോണ്ടൊക്കെ വരച്ച് നല്ല രീതിയിൽ ഇടിച്ചു. ഇപ്പൊ അതിന് മാത്രം പോകുന്നില്ല. അപ്പോ നമ്മുടെ പൂക്കളം എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നാളെ ഇപ്പൊ ഞങ്ങള് കുറച്ച് ഫോട്ടോസ് ഒക്കെ ഒന്ന് എടുക്കണം. റീലിനൊക്കെ എടുക്കും. പിന്നെ നാളെ പിള്ളേരെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോ വൈൻഡപ്പ് ചെയ്യാം. നാളെ പിള്ളേരെ എഴുന്നേറ്റ് കഴിഞ്ഞ് അവർ ഈ പൂ കാണുമ്പോ അല്ലെങ്കിൽ എന്താണ് പറയണത് അപ്പനോട് ചോദിക്കാം. അവര് രാവിലെ എഴുന്നേറ്റ് അവർക്ക് എക്സാമിനൊക്കെ പോകാനുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതാണ് പിള്ളേരെ കൂടെ ഉള്ളത്. ഞങ്ങൾ ഈ വൈൻഡപ്പിന് ശേഷം ഞങ്ങൾ വെക്കും കേട്ടോ. അതെ. അപ്പൊ അതും കൂടി കാണാം, സപ്പോർട്ട് ചെയ്യാം. അപ്പൊ നാളെ ഇതേപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പൊ എല്ലാവർക്കും അത്തം ആശംസകൾ. അപ്പൊ ഈ ഓണം നല്ല രീതിയിൽ പോട്ടെ. ഇന്ന് നമ്മുടെ വയനാട്ടിലെ ഈ പ്രശ്നവും കാര്യങ്ങളും കാരണം പലയിടത്തും ഓണത്തിന്റെ ആഘോഷങ്ങളൊന്നും ഇല്ല എന്ന് പറയണ. കാരണം അവർ അത്രയും വിഷമവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കാണല്ലോ. അപ്പോ നമ്മളും അങ്ങനെ വലിയ തരത്തിലുള്ള കഴിഞ്ഞ കൊല്ലത്തെ പോലത്തെ ആഘോഷങ്ങളൊന്നും ഞങ്ങളും അല്ല. നമ്മള് ആസ് എ യൂട്യൂബേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഒരു മാസം മുന്നേ നമ്മൾ ചെയ്യാറുണ്ട്. ഒരേപോലത്തെ അതൊക്കെ നമ്മൾ ഒഴിവാക്കിയാവുന്നില്ല. അപ്പോ നോർമലായിട്ട് ഇപ്പൊ നമ്മള് വീട്ടില് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു അത്തം പൂക്കളം മുടക്കാണ്ട് ഇടാമെന്ന് കരുതി. അപ്പം അതിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഞങ്ങളുടെ ഈ കുഞ്ഞു പൂക്കളം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ അത്തം പൂക്കളം ഇട്ടുണ്ടോ എന്നുള്ളത് കമന്റ് ചെയ്യുക. ആരൊക്കെ അത്തം പൂക്കളം ഇട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നാളെ മോർണിംഗ് കാണാം. ആ പിള്ളേര് ഇത് കാണുമ്പോൾ അവരുടെ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ. ഞാൻ കിച്ചണിലായിരിക്കും മിക്കവാറും തിരക്കായിരിക്കും. ചോറും എല്ലാവർക്കും ആക്കാനൊക്കെ ആയിട്ട്. അപ്പൊ നാളെ മോർണിംഗ് കാണുന്നതിന് ശേഷം ബാക്കിയുള്ളത്. ഓക്കെ. എന്താ
വാവ് സൂപ്പർ എന്തത് അടിപൊളി സൂപ്പർ സൂപ്പറായി സൂപ്പറായി ഓണം മണ്ണാടി ഓണം മണ്ണ അങ്ങനെ നമ്മുടെ ചിമ്പുകുട്ടനും പൂ കാണാൻ വന്നു. അവൻ പൂവുമ്മ എവിടെയും തൊടില്ല കേട്ടാ. അവൻ കറക്റ്റായിട്ട് ഇങ്ങനെ മാറി കിടക്കും. അവൻ ചെറുതായിരിക്കുമ്പോൾ തൊട്ട് അവൻ ബാംഗ്ലൂരുള്ളപ്പോൾ തൊട്ട് അങ്ങനെ അവൻ തൊട്ട് പിടിക്കുക ഒന്നും ചെയ്യില്ല. വിട്ടുപോയാണ് ചിമ്പു.